ഓരോ ദിവസവും വരുന്ന സഹനങ്ങളെയൊക്കെ നമ്മൾ അതിനെ നേരിടുന്നത് ഇല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അല്ലേ? ചിലപ്പോൾ ചില സങ്കടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയിപ്പോവും. ചിലർ ഇരുന്ന് കരയും. ചിലർ സാരമില്ല, ഇതെല്ലാ ദിവസവും ഓരോ സങ്കടങ്ങളൊക്കെ ഉള്ളതല്ലേ, നാളെ ബാക്കി നോക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടിച്ചിടിച്ച് കയറിപ്പോവും. ചിലർ ഭയങ്കര ഡെസ്പായി പിന്നെ ഉണ്ടാകുന്ന സഹനങ്ങളിൽ നിന്നൊക്കെ കയറി വരാൻ വേണ്ടി ഒത്തിരി സമയമെടുക്കും. ഇനിയും ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി സഹനങ്ങൾ, വേദനകൾ, വെല്ലുവിളികളൊക്കെ വരുമ്പോഴത്തേനും അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയല്ല. ഇതൊക്കെ കണ്ടിട്ട് ഈശോ അവിടെ ഉണ്ടല്ലോ, ആ ഈശോ അവിടെ ഉള്ളതുകൊണ്ട് ഞാനിനിയും പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എരിഞ്ഞ് മുമ്പോട്ട് പോകുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇതിനകത്ത് ഏത് കാറ്റഗറിയിലുള്ളവരാണെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോയിട്ടുണ്ടാകാം. സങ്കടങ്ങൾ വന്നപ്പോൾ കരഞ്ഞവരാണ്. വിഷമങ്ങൾ വന്ന സമയത്ത് പൊട്ടിത്തെറിച്ചവരാണ്. ഇനി വിഷമങ്ങൾ കൂടിയ സമയത്ത് പൊട്ടിക്കരഞ്ഞ് എല്ലാം ചിലപ്പോൾ വലിച്ചെറിഞ്ഞവരാണ്. ഇതിനെക്കാട്ടൊക്കെ മുകളിൽ എത്ര എത്ര സഹനങ്ങൾ വന്നിട്ടും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ പ്രത്യാശയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ? ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടെയൊന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ കർത്താവിൻ്റെ സഹായത്താൽ ആ കാല് മുന്നോട്ട് തന്നെ വെക്കാൻ വേണ്ടി തീരുമാനം എടുത്തവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു സുന്ദരമായ വചനമുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് കടന്നു പോകുന്ന ഏത് ജീവിത സാഹചര്യത്തിലും എൻ്റെ ഈശോ എൻ്റെ ഈ പ്രതിസന്ധിയിൽ, ഈ വിഷമത്തിൻ്റെ സമയങ്ങളിൽ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് ബോധ്യമുള്ളവർക്ക് കൂടുതൽ ശക്തി നൽകുന്ന ഒരു വചനമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുക. പഴയ നിയമത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 3 അതിൻ്റെ 4 മുതൽ 7 വരെ വചനം ഇങ്ങനെയാണ്. നമ്മളൊന്ന് ഒരുമിച്ച് വായിക്കാതെ, ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ആദ്യത്തെ വചനം തന്നെ നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഈ ഒരു അഡ്രസ്സിൽ ഉള്ളവരാണെന്ന് തോന്നുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്നാ ലോകത്തിന് തോന്നിയത്. ദൈവം കൈവിട്ട് കളഞ്ഞു എന്നൊക്കെ ലോകത്തിന് തോന്നുന്നുണ്ട് നമ്മളെ കണ്ടിട്ട്. നമ്മുടെ പരാജയങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടോ അത്ര അങ്ങ് ശരിയാവാത്ത ചില കാര്യങ്ങളെയൊക്കെ നോക്കിയിട്ട് തോറ്റുപോയവരെന്നും ജീവിതം നശിച്ചവരെന്നും കർത്താവ് പോലും കൈവിട്ടവരെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ നോക്കി ലോകം ഇങ്ങനെ വിധിക്കുന്നുണ്ടാകാം. പക്ഷേ അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വാക്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഈശോയ്ക്കും സ്വർഗത്തിനും ഒക്കെ എഴുതി തരാനുള്ള ഒരു ഐഡന്റിറ്റിയാണ്. ഒത്തിരി സഹനങ്ങൾ ഉണ്ടായിട്ടും അനശ്വരമായ, ഒരിക്കലും നശിക്കാത്ത പ്രത്യാശയുള്ളവരാണ് നിങ്ങൾ. നമുക്ക് അങ്ങനെ തന്നെ ആയിത്തീരണം തോന്നുന്നു. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട്, ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ, ഒരുപാട് വേദനയിലൂടെ കടന്നുപോയ നിങ്ങൾ അനശ്വരമായ പ്രത്യാശയുള്ളവരായിരിക്കണം. ലൈഫ് ഇങ്ങനെ സങ്കടമില്ലാത്ത ജീവിതങ്ങളുണ്ടോ? വെല്ലുവിളികളെ നേരിടാത്ത ജീവിതങ്ങളുണ്ടോ? ഇനി ഒരു ദിവസത്തെ കണക്കെടുത്ത് നോക്കിയാൽ വേദനയില്ലാത്തൊരു ദിവസം നമുക്കുണ്ടോ? നെഞ്ചു പിടയാത്ത സമയങ്ങൾ നമുക്കുണ്ടോ? എല്ലാം കൊണ്ട് ഇഷ്ടം പോലെ വേദനകൾ നമുക്ക് ഒത്തിരി വരാറുണ്ട്. പക്ഷെ അനശ്വരമായ പ്രത്യാശ, അതായത് ഐ വിൽ നെവർ ലൂസ് ഹോപ്പ്. ഒന്നുമില്ല, കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനായിട്ട് സങ്കടങ്ങളായിരുന്നു. ഇന്ന് ഈ ദിവസം മുഴുവൻ എഴുന്നേറ്റ സമയം മുതൽ മൊത്തം വെല്ലുവിളികളായിരുന്നു. ബട്ട് ഇങ്ങനെ പറയാൻ പറ്റണം, ഈശോയെ ഇവിടെ എന്നാ സംഭവിച്ചാലും, ഈശോയോട് മാത്രമല്ല ചുറ്റുമുള്ള ആ ലോകത്തോട്, നിങ്ങളെ ദൈവം പോലും കൈവിട്ടു എന്ന് പറയുന്ന ആ ലോകത്തോട് പറയാൻ പറ്റണം, ഐ ഹാവ് എ ഹോപ്പ് ദാറ്റ് ഈസ് എവർലാസ്റ്റിംഗ്. ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ ഒരു പ്രത്യാശ എനിക്കുണ്ടെന്ന്. അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള വചനം തുടർന്ന് ഇങ്ങനെ വായിക്കുക. ജ്ഞാനം 3-5. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. ഇതാണ് ഈശോയ്ക്ക് ഓരോ സഹനം നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ അനുവദിക്കുമ്പോഴും നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കുമ്പോഴും, ഇതാ ലോകത്തിൻ്റെ മുമ്പിൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോയെന്നൊക്കെ തോന്നുന്നുണ്ടാകും. പക്ഷേ ഈ വേദനകളെ കുഞ്ഞെ നീ അതിജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം നിന്നെ, ദൈവം നിന്നെ യോഗ്യനെന്ന്, യോഗ്യെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, ലൈഫിലെ സ്വപ്നങ്ങൾ ഇടയ്ക്ക് വെച്ച് തകർന്നു പോയതായിരിക്കാം, ഇപ്പോൾ ഒരു വലിയ കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുകയായിരിക്കും, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാതെ. സ്വർഗം നിന്നെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, യു ആർ വർത്തി ഓഫ് ഇറ്റ്. ഈ ഒരു വലിയ അനശ്വരമായ പ്രത്യാശ നിനക്കുള്ളത് കൊണ്ട് ഇനി കിട്ടാൻ പോകുന്ന ഒരു കിരീടം നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് വചനം പറയാം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അടുത്ത വചനം ഇങ്ങനെയാണ്: അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. അതായത് അനശ്വരമായ പ്രത്യാശയുള്ളവർക്കുള്ള വലിയ അനുഗ്രഹമാണ്. അവരെ യോഗ്യരെന്ന് സ്വർഗം കാണുന്നു. ഇപ്പോഴത്തെ ഈ സഹനത്തിന് ശേഷം വലിയൊരു നന്മ കൈവരുമെന്ന്. ഇത് ഒന്ന് ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുത്തൊന്ന് ഇച്ചിരി ബലം പ്രയോഗിച്ചൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കൊരു വലിയ നന്മ വരും. ഇപ്പം ഞാൻ വലിയ സങ്കടത്തിൽ കൂടെയാണ്, പക്ഷെ എൻ്റെ ഉള്ളിലൊരു പ്രത്യാശ ഉള്ളത് കൊണ്ട്, സ്വർഗം എന്നെ യോഗ്യയായി കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു വലിയ നന്മ വരുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കുക. എനിക്കൊരു നന്മ വരും. എ ഗുഡ് ഡേ വിൽ കം.
ഇത് ഒത്തിരി സങ്കടങ്ങളുടെ കാലമല്ല, ഒത്തിരി കണ്ണുനീരുകൾ തുടർച്ചയായിട്ട് വരുന്നൊരു കാലമല്ല. ഈ കണ്ണുനീര് മാറും, ഈ സങ്കടങ്ങൾ മാറും, സമാധാനവും സന്തോഷമൊക്കെ നിൻ്റെ ഉള്ളിൽ നിറയും, നിനക്കൊരു നന്മ വരും. അടുത്ത വചനം കൂടി ഒന്ന് വായിക്കാവോ? 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഉലയിൽ സ്വർണ്ണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹന ബലിയായി സ്വീകരിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ സഹനവും ഈശോയുടെ മുമ്പിൽ നമ്മളെ സമർപ്പിക്കുന്ന ഒരു ബലിയായിട്ട് കൊടുക്കുക. ഓരോ സഹനങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയോ മനുഷ്യരെ വെറുക്കുകയോ സ്വന്തം ജീവിതത്തെ തന്നെ നിരാശയുടെ കുഴിയിലേക്ക് ഇട്ട് മതി മടുത്തു എന്ന് പറയുന്നതല്ല. ദൈവമേ, ഇപ്പം ഞാൻ ഈ സഹനത്തിലൂടെ കടന്നു പോകണം, ഈശോയെ ചിലതൊക്കെ എനിക്ക് താങ്ങാൻ പറ്റാത്തതാണെങ്കിലും ഇതാ ഐ സറണ്ടർ മൈസെൽഫ്, ഞാൻ എൻ്റെ ജീവിതം നിൻ്റെ മുമ്പിലേക്ക് തരാമെന്ന് പറഞ്ഞാൽ ഈ കടന്നു പോകുന്ന സഹനത്തിൻ്റെ സമയം പോലും നിങ്ങൾക്ക് ഒരു ദഹന ബലിയായി കർത്താവിന് മുമ്പിൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾ യോഗ്യരായതുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മ കർത്താവ് ഒരുക്കി വെച്ചിട്ടുള്ളത് കൊണ്ട്, അനശ്വരമായ പ്രത്യാശ നിങ്ങൾക്കുള്ളത് കൊണ്ട് ഒരു സ്വീകാര്യമായ ദഹന ബലിയായി കർത്താവ് നിങ്ങളെ ഏറ്റെടുക്കും. അങ്ങനെ കർത്താവ് ഏറ്റെടുത്താൽ എന്നാ സംഭവിക്കുന്നത്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:7, അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും, വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ ഒരു കത്തിപ്പടരും. ഉള്ളിലൊരു കുഞ്ഞ് കനൽ ഈശോ തന്നിട്ടുണ്ടല്ലോ. എപ്പോഴും ഇങ്ങനെ പ്രത്യാശ ആളിക്കത്തൊന്നുമില്ല. ഇതിനെ ഇങ്ങനെ കെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഇഷ്ടം പോലെ ജലപീരങ്കികൾ നമ്മുടെ നേരെ ഇങ്ങനെ വരുന്നുണ്ടാകാം. പക്ഷെ കനൽ ഇങ്ങനെ കത്തി എരിഞ്ഞ് നിൽക്കുക, ഒരു പ്രത്യാശയുടെ, അനശ്വരമായ പ്രത്യാശയുടെ. ആളിക്കത്തണ്ട, ചെറുതായിട്ടൊന്ന് എരിഞ്ഞു നിന്നാൽ മതി. കർത്താവിൻ്റെ സന്ദർശനത്തിൽ ഈശോയെ നീ ഒന്ന് മുറുകെ പിടിക്കുമ്പോൾ, ഒരു ബലി അർപ്പിക്കുമ്പോൾ, വിശുദ്ധ വചനങ്ങൾ ഒന്നുകൂടെ എടുത്ത് വായിക്കുമ്പോൾ, ആ നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് തോന്നുന്ന പ്രത്യാശ വീണ്ടും ആ കനലിന് തീ പിടിക്കും. അത് കത്തി അങ്ങ് നിൽക്കും, എരിഞ്ഞു നിൽക്കും, വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ കത്തിപ്പടരും. പ്രിയപ്പെട്ട സ്വരങ്ങൾ, കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ, വെല്ലുവിളികളിൽ, അത് നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ ഹോളിനെസ്, നമ്മുടെ പഠനം, സ്വപ്നങ്ങൾ, ശുശ്രൂഷ, കരിയർ, എന്തോ ആവട്ടെ, അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മൾ ഇന്ന് വായിച്ച ഈ വചനം നിങ്ങൾക്ക് 100 മേനി ഫലം ചൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ഈ 3-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നന്നായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് വായിക്കുക. ഈശോയെ, എൻ്റെ ഉള്ളിലൊരു പ്രത്യാശ വേണം, എനിക്കൊരു നന്മ കൈവരും, വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ ഞാൻ കത്തിപ്പടരുമെന്ന് കർത്താവിൻ്റെ മുമ്പിലും ഒരു തീരുമാനം പറയുക. തോൽപ്പിക്കാൻ ശ്രമിച്ച സാഹചര്യങ്ങളുടെ മുമ്പിലും നീ തോറ്റുവെന്ന് നിന്നോട് പറഞ്ഞ നിൻ്റെ മനസ്സിനോടും നീ പറഞ്ഞേക്കണം, ഇല്ല, വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ ഞാനും കത്തിപ്പടരും. പ്രിയപ്പെട്ട സൗരങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.